സുയാൻഷിങ്ങിനെ കത്തിവിനയിൽ നിർത്തിക്കൊണ്ട് ഷാങ്യു അവനെ മുൻഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവൻ അവളെക്കുറിച്ച് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ തടയാനായി ഷാങ്യു അവൻ്റെ ദേഹത്ത് കുത്തിയിരിക്കുന്ന ആ കത്തി ഒന്നുകൂടി അമർത്തുന്നു. വേദനിച്ചപ്പോൾ അവൻ പിടിയൊന്ന് ലൂസാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അടുത്തടുത്ത് നിന്നില്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് സംശയം തോന്നില്ലേ? അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ സെല്ലറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കൊല്ലപ്പെടും. അതുകൊണ്ട് ഇത് റിയൽ ആണെന്ന് തോന്നുന്ന വിധത്തിൽ വേണം നമ്മൾ പെരുമാറാനെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾക്ക് ആൻറ്റിയുടെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടി തൽക്കാലം അവനോട് ചേർന്ന് നിന്ന് തന്നെ മുന്നോട്ട് പോവേണ്ടി വരുന്നു. അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന സമയത്താണ് ഷിസാന്റെ രണ്ടാമത്തെ ബ്രദർ അങ്ങോട്ടേക്ക് വന്നത്. ഷാങ്യുവിനെ കണ്ടപ്പോൾ അയാൾ തൻ്റെ ചാട്ടവാർ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സുയാൻഷിങ് അത് പെട്ടെന്ന് തടയുന്നു. എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ ഇവളെ നമ്മുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഷിസാന് ഇത് സമ്മതമാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അയാൾ പറയുന്ന ആളിന് ഓൾറെഡി 4 ഭാര്യമാരുണ്ട്, പിന്നെ കുറേ കോൺക്യൂബന്മാരുണ്ട്. അങ്ങനെയുള്ളയാൾ തന്നെ ഇങ്ങനെ തടയുന്നത് ശരിയാണോ എന്ന് സുയാൻഷിങ് തിരിച്ച് ചോദിക്കുന്നു. അതോടെ അയാൾക്ക് തല ഉനിക്കേണ്ടി വരുന്നു. കാരണം അവനീ പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ നീ ഇവളെയും കൊണ്ട് ഷിസാന്റെ മുന്നിലേക്ക് എന്നാൽ അവൾ മിക്കവാറും ഇവളെ കൊല്ലാനാണ് സാധ്യതയെന്ന് അയാൾ വാണിംഗ് കൊടുക്കുന്നു. അതൊക്കെ ഞാൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്തോളാമെന്ന് സുയാൻഷിങ് പറയുന്നതിനാൽ തൽക്കാലം അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തിരികെ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവനെ കുതിരപ്പുറത്ത് വരെ കൊണ്ടുവന്നാക്കി അവിടെ നിന്ന് പറഞ്ഞയക്കാനായിരുന്നു ഷാങ്യു ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ സുയാൻഷിങ്ങിനോട് കുതിരപ്പുറത്ത് കയറാൻ അവൾ പറയുന്നുണ്ട്. പക്ഷേ കുതിരയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവൻ വിധം മാറ്റുന്നു. അവളെ കൂടി കൺട്രോളിലാക്കി കൊണ്ടുപോകാൻ അവനൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നു. ഷാങ്യു പെട്ടെന്ന് അവനെ കീഴടക്കുന്നു. മുമ്പ് ഷിയാൻ അവൾക്ക് കൊടുത്തിരുന്ന ആ പൊടി അവൾക്കടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും സുയാൻഷിങ് അവളുടെ കൺട്രോളിലാവുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അവൻ മറ്റുള്ളവരെ സഹായത്തിന് വിളിക്കുന്നു. അങ്ങനെ അവൻ്റെ ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി ഈ സീൻ കാണുന്നുണ്ട്. ഷാങ്യു പെട്ടെന്ന് ചിന്തിച്ചത് ഇവരെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മാത്രമേ ഷാങ്യും ബാക്കിയുള്ളവരുമൊക്കെ സേഫ് ആയിരിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് അവനെ തൽക്കാലം അവിടെ വിട്ടിട്ട് അവൾ ഒരു കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. ആ പൊടിയുടെ എഫക്റ്റ് കാരണം സുയാൻഷിങ്ങിൻ്റെ ബോധം ഈ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് കുറച്ച് അപ്പുറത്തായി തന്നെ ആൻറ്റി കാങ് അവരുടെ പേരക്കുട്ടിയും കൊണ്ട് അവരുടെ വീടിനുള്ളിൽ ഒരു കട്ടിലിനടിയിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ എനിക്ക് വിശക്കുന്നു എന്ന് ഈ സമയത്ത് പറയുന്നുണ്ടെങ്കിലും ആൻറ്റി കാങ് പെട്ടെന്ന് അവൻ്റെ വാ കുത്തിയിട്ട് ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഷാങ്യുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ വീപ്പയ്ക്കുള്ളിലായി ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ ഷാങ്ങിങ് അത് തുറന്ന് തനിയെ പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അതുവഴിയൊക്കെ നടക്കാൻ തുടങ്ങുന്നു. ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് അതുവഴി നടക്കുന്നത് ആൻറ്റി കാങ് കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് കുറച്ച് കൊള്ളക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ആൻറ്റി ഇവളെ അവിടെ നിന്ന് പെട്ടെന്ന് പിടിച്ച് മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഷാങ്ങിങ്ങിന് ആസ്മ ഉള്ളതുകൊണ്ടാണ് ആ സെല്ലറിനുള്ളിൽ അവളെ ഒളിപ്പിക്കാതിരുന്നത്. അവിടെ ഒളിച്ചു കഴിയുമ്പോൾ അവളുടെ അസുഖം പെട്ടെന്ന് ട്രിഗർ ആകുമെന്ന് പേടിച്ചിട്ടാണ് ഷാങ്ങിങ് അവളെ മാത്രം മറ്റൊരു ഭാഗത്തായി ഒളിപ്പിച്ചത്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഷാങ്ങിങ്ങിനെ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആൻറ്റി സെല്ലറിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവളെ ഒളിപ്പിച്ചിരുന്ന സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആൻറ്റി ആകെ പേടിക്കുന്നു. പക്ഷേ ഉറക്കെ അവർക്ക് അവളെ വിളിച്ചുകൊണ്ട് അതുവഴി പോകാനും പറ്റില്ല. എന്നാലും പതുക്കെ അവളുടെ പേര് വിളിച്ചുകൊണ്ട് അവരവിടെയൊക്കെ ഇന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഷാങ്യു കുതിരപ്പുറത്ത് കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ആ കൊള്ളക്കാർ ആ ഗ്രാമത്തിൽ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന എന്താണെന്ന് അവൾ ശരിക്കും കാണുന്നത്. വഴിയരികിൽ മുഴുവൻ ഡെഡ് ബോഡികൾ കിടക്കുന്നത് കൊണ്ട് അവൾ ആകെ തളർന്നു പോകുന്നു. മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിന് മുന്നിലായിട്ട് അയാളുടെ ഡെഡ് ബോഡി കെട്ടിത്തൂക്കിയിരിക്കുന്നതും അവൾ കാണുന്നു. ഇങ്ങനെ ഇതെല്ലാം കണ്ടവൾ പകച്ചു നിൽക്കുമ്പോഴാണ് ഈ കൊള്ളക്കാർ അവിടെ എത്തി അവളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരു അമ്പ് ആ കുതിരപ്പുറത്ത് കൊള്ളുന്നു. കുതിര ചാടിയപ്പോൾ അവൾ തെറിച്ച് താഴേക്ക് വീഴുന്നു. അത് ഓടി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഷിസാന്റെ സെക്കൻഡ് ബ്രദറും അയാളുടെ സംഘവും കൂടി അവളുടെ മുന്നിലെത്തുന്നു. നീ എന്താ ഇനി ഓടുന്നില്ലേ? ഓടി രക്ഷപ്പെടാൻ നോക്കടി എന്ന് പറഞ്ഞ് അവൻ അവളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാനായി ഓർഡർ നൽകുകയും ചെയ്യുന്നു. ആ കൊള്ളക്കാർ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവിടെ കത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ഒരു തൂണ് മറിഞ്ഞ് ഇവരുടെ മുന്നിലേക്ക് വീണ് ഒരു തടസ്സം ഉണ്ടാവുന്നു. മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവളെ ഷൂട്ട് ചെയ്യാൻ അയാൾ ഓർഡർ നൽകുന്നു. അങ്ങനെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാങ്യു ഈ അമ്പുകൾക്കിടയിലൂടെ മുന്നോട്ട് പാഞ്ഞെന്ന് തൻ്റെ നേരെ വന്ന എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് ആ സെക്കൻഡ് മാസ്റ്ററുടെ കുതിരപ്പുറത്ത് ചാടിക്കയറി അയാളുടെയും കഴുത്തിറക്കുന്നു. അവളുടെ ഫസ്റ്റ് ഹീറോയിക് വിന്നിങ് ആണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവൾ ആ കുതിരപ്പുറത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. കൊള്ളക്കാരൻ അവൾക്ക് പിന്നാലെ പായുന്നു. യാൻഷിങ്ങിൻ്റെ മിലിറ്ററി ക്യാമ്പിലേക്ക് ഈ സമയം വെയ്യാൻ്റെ അസിസ്റ്റൻ്റായ വെയ്ഷങ് എത്തുന്നു. യാൻഷിങ് അയാളുമായിട്ട് സംസാരിക്കുന്നു. വെയ്യാൻ അവൻ്റെ സുഖവിവരം അന്വേഷിച്ചതിനെ പറ്റിയും അവൻ സേഫായിരിക്കുന്നതിൻ്റെ സന്തോഷം അറിയിച്ചതിനെ പറ്റിയൊക്കെ വെയ്ഷങ് പറയുന്നുണ്ട്. യാൻഷിങ് തിരികെ നൽകിയ മറുപടിയിൽ എന്നെ കൊല്ലാൻ അത്ര എളുപ്പമല്ല, എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചവർക്കൊക്കെ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് അങ്കിളിനെ അറിയിക്കണമെന്നാണ് യാൻഷിങ് മറുപടി നൽകുന്നത്. അത് അങ്കിളിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അവൻ്റെ ഭാവി പ്ലാൻ എന്താണെന്ന് വെയ്ഷങ് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ എന്ത് പ്ലാൻ ചെയ്യാനാണ്, എൻ്റെ ആരോഗ്യമൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് വെയ്ഷ്വാനായിരുന്നു ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അവനങ്ങ് തലസ്ഥാന നഗരിയിലേക്ക് പോയില്ലേ. പിന്നെ തൽക്കാലം ഇപ്പോൾ ഇവിടെയുള്ള സോൾജേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാമെന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് യാൻഷിങ് തനിക്ക് ഒന്നിനും കഴിവില്ലാത്തതുപോലെ പറയുന്നു. ഈ സമയത്താണ് മുറിവേറ്റ ഫാൽക്കനെയും കൊണ്ട് ഷിയേഷി അങ്ങോട്ടേക്ക് വന്നത്. ഫാൽക്കൻ വന്നിരിക്കുന്നത് ഷാങ്യുവിൻ്റെ സ്ഥലത്ത് നിന്നാണ് എന്നും അവൻ പറയുന്നു.
അതിൻ്റെ ദേഹത്ത് പുരണ്ടിരിക്കുന്ന ഈ ബ്ലഡും ചാരവും ഒക്കെ കണ്ടപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ അവൻ തൻ്റെ 100 സൈനികരുമായി പുറപ്പെടുന്നുണ്ട്. ആൻറ്റി കാങ് ഷാങ്ങിങ്ങിനും കൂടി കൊള്ളക്കാരുടെ കയ്യിൽ പെടാതെ സേവ് ചെയ്ത് ആ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവരിരിക്കുന്ന ഭാഗത്തേക്കും ആരൊക്കെയോ തിരച്ചിലിനായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ആൻറ്റിക്ക് മനസ്സിലാവുന്നു. അവർ തൻ്റെ പേരക്കുട്ടിയോട് അവിടെ ഒരാഴ്ചത്തേക്ക് അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് കുറേശ്ശായി എടുത്ത് ചൂടാക്കി കഴിക്കണം, പിന്നെ കോഴി മുട്ടയിടുമ്പോൾ അതെടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടത്, കുറച്ച് മാറ്റി വെക്കണം എന്നൊക്കെ കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും തങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ആൻറ്റിക്ക് അറിയാം. എങ്ങനെയെങ്കിലും അവരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ഇനി ശ്രമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവരിതൊക്കെ പറയുന്നത്. ഇവർക്ക് വേറെ മരുമക്കളും ഒന്നും ഇല്ലല്ലോ, ആകെ ഉണ്ടായിരുന്നത് മറ്റൊരു പേരക്കുട്ടിയാണ്. അവനെയാണെങ്കിൽ ഇപ്പോൾ സൈന്യത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അവൻ തിരികെ വരുന്നത് വരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ അവർക്ക് അറിഞ്ഞുകൊണ്ട് അവനോട് പറയുന്നു. അപ്പോഴേക്കും ആ മുറിയിലേക്കും കൊള്ളക്കാരെത്തുന്നുണ്ട്. അവർ മുറിയാകെ അരിച്ചു പെറുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആൻറ്റി കാങ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്ന കുറച്ച് ചാരം എടുത്ത് ഇവരുടെ മുഖത്തേക്ക് എറിയുന്നു. എന്നിട്ട് ഒരു അലമാര തള്ളി ഈ കട്ടിലിന് മുന്നിലേക്ക് ഇടുന്നുണ്ട്. അതങ്ങനെ വീണതുകൊണ്ട് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന കുട്ടികളെ ഇവർക്ക് കാണാൻ പറ്റില്ല. ആൻറ്റി കാങ് അവരെ പുറത്തേക്ക് കൊണ്ടുപോകാനായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ വെല്ലുവിളിക്കുകയും കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം അവരുടെ കൈകൊണ്ട് ആൻറ്റി കാങ് കൊല്ലപ്പെടുകയാണ്. ഷാങ്യോ അന്ന് രാത്രി മുഴുവൻ ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി കുതിരപ്പുറത്ത് പോവുകയാണ്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കുതിര ടയേർഡായി വീഴുന്നു. പിന്നെ അവൾ ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോഴേക്കും സുയാൻ സിംഗും കുതിരപ്പുറത്ത് ഇവളെ ഫോളോ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഷാങ്യോ ഒരു കൊക്കയുടെ മുന്നിൽ എത്തുന്നു. ഇനി അവൾക്ക് മുന്നിലേക്ക് പോകാൻ വഴിയില്ല, നേരെ അതിലേക്ക് ചാടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും നിനക്ക് കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് സുയാൻ സിംഗ് താൻ വിജയിച്ചതുപോലെ പറയുന്നു. ഞാൻ മാർക്കിസ് ഓഫ് വുവാനേക്കാൾ ഒരുപാട് ബെറ്ററാണ്, നീ എൻ്റെ മുന്നിൽ കീഴടങ്ങുകയാണെങ്കിൽ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷേ ഷാങ്യോ അതൊന്നും സ്വീകാര്യമല്ലാത്തതുപോലെ പുറകിലേക്ക് നടക്കുന്നു. ഇനി ഒരടി കൂടി നീ പുറകിലേക്ക് വെച്ചാൽ നീ ആ കൊക്കയിലേക്ക് വീഴും, പിന്നെ നിന്റെ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അവൾ അത് തനിക്കൊരു പ്രശ്നമേ അല്ല എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് ആ കൊക്കയിലേക്ക് ചാടുന്നു. സുയാൻ സിംഗിന് ശരിക്കും അവളെ മിസ്സാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അവൻ ഓടിച്ചെന്ന് അവളെ പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ താഴേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് കൊള്ളക്കാരിൽ ഒരാൾ വന്നിട്ട് അവരുടെ കൊള്ള സങ്കേതം മാർക്കിസ് ഓഫ് വുവാനും അവൻ്റെ 100 സൈനികരും കൂടി അറ്റാക്ക് ചെയ്തു എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ സുയാൻ സിംഗ് ചിരിക്കുന്നു. അങ്ങനെ 100 സൈനികരെയും കൊണ്ട് മാർക്കിസ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ആരും ബാക്കിയുണ്ടാവില്ല എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് ശരി തന്നെയായിരുന്നു. മാർക്കിസിൻ്റെ ഈ 100 സൈനികർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന സൈനികരാണ്. അവർ 100 പേർ അറ്റാക്ക് ചെയ്താൽ ഒരു സിറ്റി മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്നതിന് പോലും വളരെ നിസ്സാരമായിട്ട് സാധിക്കും. അങ്ങനെ യാൻഷിങ്ങിൻ്റെ ഈ സൈനികർ ഈ കൊള്ള സങ്കേതത്തിലുണ്ടായിരുന്ന മുഴുവൻ കൊള്ളക്കാരെയും കൊല്ലുന്നു. പക്ഷേ അവിടെ മുഴുവൻ തെരഞ്ഞിട്ടും ഷാങ്യുവിനെ അവിടെയെങ്കിലും കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവൻ നിരാശനായിരിക്കുമ്പോഴാണ് ഷാങ്യുവിൻ്റെ സിറ്റിയിലും ഈ കൊള്ളക്കാർ ആക്രമണം നടത്തി അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൊന്നു. വളരെ കുറച്ച് പേർ മാത്രമാണ് സർവൈവ് ആയത് എന്നുള്ള റിപ്പോർട്ടും അവന് കിട്ടുന്നത്. അക്കൂട്ടത്തിലും ഷാങ്യുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടെ ഇനി എന്ത് വേണമെന്നറിയാതെ യാൻഷൻ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഫാൽക്കൺ അതുവഴി പറക്കുന്ന സൗണ്ട് അവന് കേൾക്കുന്നത്. അങ്ങനെ അവൻ വിസിലടിച്ച് അതിനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാങ്യുവിൻ്റെ ആ റിബൺ അതിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മണം പിടിച്ച് എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്താനായിട്ട് അതിന് നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ അത് പറന്നു പോകുന്നു. അതിനെ ഫോളോ ചെയ്തിട്ട് ഇവനും കുറച്ച് സൈനികരും കൂടി അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. കുറേ അധികം അവർക്ക് തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നുണ്ട്. അവസാനം ആ കൊക്കയുടെ താഴ്ഭാഗത്തായി കുറേ വള്ളികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഷാങ്യുവിനെ അവൻ കണ്ടെത്തുന്നു. അവൾക്ക് ആ സമയത്ത് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ തണുപ്പത്തിങ്ങനെ കിടന്ന് അവളുടെ ശരീരമൊക്കെ ആകെ മരവിച്ച ഒരവസ്ഥയിലായിരുന്നു. അവളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് പോലും യാൻഷിങ്ങിന് ആ സമയത്ത് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ താങ്ങിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒരു ജനറൽ അവളെ പിടിക്കാനായി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഷിയേഷി അവനെ തടയുന്നു. യാൻഷങ്ങാണെങ്കിൽ അത് കേൾക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. യാൻഷൻ അവളെ എടുത്ത് നിലത്ത് കിടത്തിയിട്ട് തൻ്റെ പുതപ്പുകൊണ്ടൊക്കെ പുതപ്പിക്കുന്നു. ഷാങ്യുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യം അവൻ ഇപ്പോഴും അറിയില്ല. സേഫായിട്ട് അവളെ കൊണ്ട് കിടത്താൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കാൻ അവൻ കൂടെയുള്ളവർക്ക് ഓർഡർ നൽകുന്നു. എന്നിട്ട് അവളെയും പൊക്കിയെടുത്തുകൊണ്ട് അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. ഈ സമയത്ത് മറ്റേ ജനറൽ തങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നിന്റെ സ്ഥലമല്ല എന്ന് പറഞ്ഞ് ഷിയേഷി അവനെ തടയുന്നു. ആ കൊള്ള സങ്കേതത്തിലുണ്ടായിരുന്ന കൊള്ളക്കാരുടെ ഡെഡ് ബോഡികൾ സിറ്റി ഗേറ്റിന് മുന്നിലായി കെട്ടി തൂക്കണം, 3 ദിവസത്തേക്ക് അതവിടെ തന്നെ ഇട്ടേക്കണം, എല്ലാവർക്കും ഇതൊരു മാതൃകയാവണം എന്നൊക്കെയുള്ള ഓർഡർ കൂടി നൽകിയിട്ടാണ് യാൻഷൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവർക്ക് അവിടെ ഒരു ചെറിയ വീട് കണ്ടെത്താൻ സാധിക്കുന്നു. യാൻഷൻ അവളെ അവിടെ കൊണ്ട് കിടത്തിയ ശേഷം അവളുടെ തണുപ്പ് മാറ്റാൻ വേണ്ടി പറ്റാവുന്നതൊക്കെ ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പുതപ്പൊക്കെ എടുത്ത് പുതപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കൈ ചൂടാക്കി അവളുടെ മുഖത്തേക്ക് ചൂട് പകരാനൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും അവളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല. നീ എന്താണ് ഇങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുന്നത്, എനിക്കറിയാവുന്ന ഷാങ്യു ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അവസാനം അവളെ അവൻ എടുത്ത് ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ സമയത്താണ്
ഒരു മുത്തശ്ശി അവിടെ വന്നിരുന്നിട്ട് അവളുടെ കൈയെടുത്ത് അവളുടെ പൾസ് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അവളുടെ ശരീരത്തിൽ വല്ലാണ്ട് തണുപ്പടിച്ചിരിക്കുകയാണ്. അത് അവളുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇനി അവളെ രക്ഷിക്കണമെങ്കിൽ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് നടത്തുക മാത്രമേ വഴിയുള്ളൂ. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇത്രയും ആയപ്പോഴാണ് യാൻഷൻ ആ മുറിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അവിടെ കുറേ മരുന്നുകളും മറ്റും ഇരിക്കുന്നത് അങ്ങനെ അവൻ കാണുന്നു. അതോടെ മുത്തശ്ശിക്ക് മെഡിസിൻ അറിയാമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അറിയാമെന്ന് അവർ പറയുന്നു. പക്ഷെ അവർക്ക് കണ്ണ് കാണില്ല. അവരുടെ മോനും മരുമകളുമൊക്കെ മരുന്നുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമായിട്ട് സിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു. സ്ത്രീകളെ ആവശ്യമുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അത് സാരമില്ല, ഞാനവളുടെ ഹസ്ബൻഡാണ്, എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് അവൻ അറിയിക്കുന്നു. അങ്ങനെ ആ മുത്തശ്ശി പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ അവളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവളുടെ ഡ്രസ്സൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഒരു കോയിൻ കൊണ്ട് ഞരമ്പുകളെല്ലാം വൈപ്പ് ചെയ്തിട്ട് ആക്റ്റീവ് ആക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ എല്ലാം യാൻഷൻ ചെയ്യാൻ തുടങ്ങുന്നു. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവരിന്ന് വരെ ആ ഒരു രീതിയിൽ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആദ്യം യാൻഷന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതല്ലാതെ അവൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നേരം അവൻ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാങ്ങുവിന് ചെറിയ അനക്കമൊക്കെ വെക്കുന്നുണ്ട്. 1-2 തവണ അവൾ ഒന്ന് അനങ്ങി അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്ത് കിടക്കുന്നു. പിന്നെ കുറേ സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് അവൾ ഒന്ന് കണ്ണു തുറന്ന് അവനെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അവനെ തിരിച്ചറിഞ്ഞോ എന്നൊന്നും അവനിപ്പോൾ മനസ്സിലാവുന്നില്ല. മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ മയങ്ങി വീണ്ടും അവൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. എന്തായാലും അവൾ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ആ ആശ്വാസത്തോടെ അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. പിന്നെ അവൻ അവളെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് കിടത്തിയിട്ട് അവൾക്ക് കൂട്ടിരിക്കുന്നു. അപ്പോഴേക്കും നേരം രാത്രിയാവുന്നുണ്ട്. ഷാങ്ങു ഇപ്പോഴും ഉറക്കമാണ്. ഉറക്കത്തിൽ അവൾ എന്തൊക്കെയോ പിച്ചുമ്പയും പറയാൻ തുടങ്ങുന്നുണ്ട്. അച്ഛനെയും അമ്മയും ഒക്കെയാണ് അവൾ വിളിക്കുന്നത്. കൂട്ടത്തിൽ അവൾ അവരെ സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട്. അവൾ ഒരു സ്ഥലത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. അതിന് കുറേ മുന്നിലായിട്ട് അവളുടെ അച്ഛനും അമ്മയും നടന്നു പോകുന്നു. അവൾ പിന്നാലെ ഓടിച്ചെന്ന് അവരെ വിളിച്ചിട്ട് അവരോട് നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവളോട് തിരികെ പോകാനാണ് അവർ ആവശ്യപ്പെടുന്നത്. തിരികെ പോയി ഷാങ്ങുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ അവളോട് വിളിച്ചു പറയുന്നു. എന്നെ തനിച്ചാക്കി പോവല്ലേ എന്ന് ഷാങ്ങു കുറേ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവർ അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഷാങ്ങു ഈ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ കരയുകയാണ്. യാൻഷൻ അവളുടെ അടുത്തിരുന്ന് പേടിക്കണ്ട, ഞാൻ നിന്നെ വിട്ടെങ്ങാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പിന്നെ മുമ്പ് അവന് സുഖമില്ലാതിരുന്ന സമയത്ത് അവൾ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്ത് നെഗറ്റീവ് എനർജി വളരെ കൂടുതലാണ്, നിന്നെ ഒരു പ്രേതങ്ങളും ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നു. അവളതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊന്നും അവനറിയില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങുന്നു. ഈ മുറിക്ക് പുറത്തായി ശിയേഷി കാവൽ നിൽപ്പുണ്ടായിരുന്നു. മറ്റൊരു കാവൽക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ ഇത്രയൊക്കെ അടുപ്പത്തിലായ സ്ഥിതിക്ക് യാൻഷൻ അവളെ വിവാഹം കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് അവനും പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് യാൻഷൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ അവനിതിന് മറുപടിയൊന്നും പറയാതെ ആ വെള്ളം വാങ്ങി തിരികെ അകത്തേക്ക് പോകുന്നുണ്ട്. അവളുടെ റിബൺ നേരത്തെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അത് അവൻ അവളുടെ മുടിയിൽ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് മാറുന്നതിന് മുമ്പ് അവൻ ആ വെള്ളം തുണിയിൽ മുക്കി അവളുടെ ദേഹത്തൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കൈ പിടിച്ചിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവൾ മറുപടിയൊന്നും പറയാതെ ഉറക്കത്തിലാണല്ലോ. നീ ഇങ്ങനെ മിണ്ടാതെ ഇടുന്നാൽ ഞാനിത് സമ്മതമായി എടുക്കുമെന്നും അവൻ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സൈനികരിൽ ഒരാൾ ഒരു റിപ്പോർട്ടുമായിട്ട് അവിടെ എത്തുന്നു. അവനിങ്ങനെ അകത്താണെന്ന് അറിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അയാൾ ശിയേഷിയോട് ചോദിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് ശിയേഷി അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും യാൻഷൻ ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൻ്റെ സൈനികർ ആ കൊള്ള സംഗീതം നശിപ്പിച്ചിരുന്നല്ലോ. കുറച്ചുപേരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ സർവൈവായ ഒരാളെ ഇവർക്ക് പിടികൂടാനും കഴിഞ്ഞിരുന്നു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് സുയാൻ സിംഗ് ആണ് ഈ കൊള്ളക്കാരെ ഷാങ്ങുവിൻ്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതെന്ന് ഇവർക്കറിയാൻ സാധിച്ചു. പിന്നെ ഷാങ്ങുവിനെ ലക്ഷ്യം വെച്ച് മാത്രമാണ് അവൻ പോയത്, അവളെ മാത്രമായിട്ട് പ്രത്യേകം ഉപദ്രവിക്കാനും ശ്രമിച്ചു എന്നൊക്കെ ആ വന്നയാൾ യാൻഷങ്ങിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കേട്ടതോടെ അവൻ ആകെ ദേഷ്യമാവുന്നു. ഷിയേഷിയോടും ഷിയേവുവിനോടും ഷാങ്ങുവിന് പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിന്നിട്ട് ബാക്കിയുള്ള അവൻ്റെ ആ സ്പെഷ്യൽ ഫോഴ്സിനെ മുഴുവനായിട്ട് വിളിച്ചുകൊണ്ട് അവൻ ഈ കൊള്ളക്കാരെ നശിപ്പിക്കാനായിട്ട് പുറപ്പെടുന്നു. യാൻഷിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാനായിട്ട് വെയ്ഷിങ്ങിനെ പറഞ്ഞയച്ചിരുന്നല്ലോ. അയാൾ ഇവിടെ എത്തിയ സമയത്താണല്ലോ യാൻഷിങ് ഇങ്ങനെ പെട്ടെന്ന് യുദ്ധത്തിനായി പുറപ്പെട്ടു പോയത്. ഈ കാര്യങ്ങളൊക്കെ വെയ്ഷുവാനെ അറിയിക്കാൻ വേണ്ടി അയാളുടെ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യാൻഷിങ്ങിന് വെയ്ഷുവാനെ സംശയമുണ്ടെങ്കിലും ഇതുവരെ അവൻ്റെ കയ്യിൽ തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നൊക്കെയാണ് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അയാളുടെ ഒരു സ്പൈ അവിടേക്ക് വന്നിട്ട് യാൻഷിങ് ഇങ്ങനെ കൊള്ള സംഗീതത്തിലേക്ക് പോയി അവരെ മുഴുവൻ കൊന്നൊടുക്കിയതും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഷാങ്ങുവിൻ്റെ ഗ്രാമത്തിനെ ഈ കൊള്ളക്കാർ ആക്രമിച്ചുകൊണ്ടാണ് അവരെ ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളും അയാൾ പറയുന്നുണ്ട്. സുയാൻഷിങ്ങിൻ്റെ അച്ഛൻ്റെ സൈന്യം അടുത്തതായിട്ട് ലൂഷൻ അറ്റാക്ക് ചെയ്യുമെന്നായിരുന്നു വെയ്ഷുവാനൊക്കെ റിപ്പോർട്ട് കിട്ടിയിരുന്നത്. യാൻഷിങ്ങിനും അത് കിട്ടിക്കാണണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാതെ ഇവനിങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ കൊള്ളക്കാരെ നശിപ്പിക്കാനും ഒക്കെ പോയത് എന്തിനാണ് എന്ന് വെയ്ഷിങ്ങിന് ആദ്യം മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് യാൻഷിങ് ഒളിവിൽ താമസിച്ചിരുന്നത് ഈ ഗ്രാമത്തിലാണ് എന്നും അവിടെ വെച്ച് അവൻ ആരെയും വിവാഹം കഴിച്ചുവെന്നും തനിക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് അയാൾ
ഇവനോട് പറയുന്നത്. അത് അയാൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാട്ടിൽ മറ്റൊരു സ്ഥലത്ത് ഈ കൊള്ളസങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഷിസാനും അവളുടെ കുറച്ച് ആൾക്കാരും കൂടി എതിരെ വന്ന സുയാൻ സിംഗിനെ കണ്ടുമുട്ടുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ തന്നെ ഇവൾ ഇറങ്ങിച്ചെന്ന് അവനിട്ടൊരെണ്ണം പൊട്ടിച്ചിട്ട്, നിന്റെ കൂടെ വന്ന എൻ്റെ ബ്രദർ എവിടെ? അവനെ കൊന്നിട്ട് നീ എന്തിനാണ് ജീവനോടെ തിരികെ വന്നത് എന്നൊക്കെ ഇവനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. സുയാൻ സിംഗിന് അവളുടെ ഈ ഭരണം ഇഷ്ടപ്പെടുന്നില്ല. അവൻ തിരിച്ച് അവൾക്ക് നല്ലതുപോലെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അവൻ്റെ ചുറ്റിനും നിൽക്കുന്നത് അവളുടെ ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ആർക്കും ഇവനെ അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നില്ല. എല്ലാവരും കുറച്ചൊന്നും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ആരും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കുന്നില്ല. അവൻ സിഷാൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട്, നിന്റെ കൊള്ളസങ്കേതത്തെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ മാർക്കിസ് ഓർഡർ നൽകിയിരിക്കുകയാണ്. ആരെ മുന്നിൽ കിട്ടിയാലും അവർക്ക് വന്നിട്ട് അവരുടെ ബോഡി 3 ദിവസം കെട്ടി തൂക്കിയിടും. അതിനു വേണ്ടിയിട്ട് അവൻ്റെ സ്പെഷ്യൽ ഫോഴ്സിലുള്ള 100 പേരെയാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ഈ ചെറിയ കൊള്ളസങ്കേതം പോയിട്ട് ഈ ഒരു സിറ്റി മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്നതിന് അവർക്ക് നിമിഷങ്ങൾ മതി. നീ ഇപ്പോൾ ഇവിടെ ജീവനോടെ എൻ്റെ മുന്നിൽ നിൽക്കുന്നതിന് ദൈവാനുഗ്രഹമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ അവൻ പറയുന്നു. ഇതിന് ഞാനിപ്പോൾ എന്ത് വേണം? അവനോട് നന്ദി പറയണമെന്നൊക്കെ ഷിസാൻ ദേഷ്യത്തിൽ തിരിച്ച് ചോദിക്കുന്നുണ്ട്. സുയാൻ സിംഗ് വീണ്ടും അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് ഷാങ്ങുവിൻ്റെ വീട്ടിൽ നിന്ന് അവൻ എടുത്തുകൊണ്ട് പോയ ആ ചിത്രം അവളെ കാണിച്ചിട്ട്, നിന്റെ ബ്രദറിനെ കൊന്നത് ഇവളാണ്, ഇവളെ നോട്ട് ചെയ്ത് വെച്ചോ, അവളോടാണ് നീ പ്രതികാരം ചെയ്യേണ്ടതെന്ന് പറയുന്നു. അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സിഷാൻ ആ പേപ്പർ എടുത്ത് നോക്കുന്നത്. ആ ചിത്രത്തിലുള്ള ഷാങ്ങിങ്ങിനെ കണ്ടപ്പോൾ ഇതാരാണ് എന്ന് അവൾ സുയാൻ സിംഗിനോട് ചോദിക്കുന്നു. ഷാങ്ങിങ് യാൻ സിംഗിൻ്റെയും ഷാങ്ങുവിൻ്റെയും കുട്ടിയാണ് എന്നാണ് സുയാൻ സിംഗ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് അവൻ അവളോട് പറഞ്ഞത്. ഇത് കേട്ടതും സിഷാൻ ചിരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് താൻ പിടികൂടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കൂടെയുള്ളവരോട് പറയുന്നു. അവർ ഒരു ചാക്കുകെട്ട് അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അഴിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഷാങ്ങിങ് ആയിരുന്നു. അവളെ കണ്ടതും സുയാൻ സിംഗ് വേഗം അടുത്തേക്ക് വന്ന് മുഖമൊക്കെ പിടിച്ച് ശരിക്കും നോക്കുന്നു. ആ ചിത്രത്തിലുള്ള കുട്ടി തന്നെയാണ് എന്ന് ഉറപ്പായപ്പോൾ അവന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. ഇവളെ എവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ സന്തോഷത്തോടെ ചോദിക്കുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് ഇവരുടെ കയ്യിൽ അകപ്പെട്ടതായിരുന്നു ഷാങ്ങി. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ജെയ്ഡ് പെൻഡന്റ് വില കൂടിയതായതുകൊണ്ട് ഇവളെ കൊണ്ടുപോയാൽ തങ്ങൾക്ക് കുറച്ച് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവർ അവളെ പിടിച്ചുകൊണ്ട് വന്നതാണ്. സുയാൻ സിംഗിനെ സംബന്ധിച്ച് യാൻ സിംഗിനെ തളയ്ക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇവളെ ഉപയോഗിച്ച് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ള സന്തോഷത്തോടെ ഇവളെ തൽക്കാലം ഞാൻ കൊണ്ടുപോവുകയാണ്. ഇനി നിന്റെ പ്രതികാരം നിനക്ക് വേണ്ടി ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഷാങ്ങിങ്ങിനെയും എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. മാർക്കിസിനെയും അവൻ്റെ ഭാര്യയെയും കൊല്ലാമെന്ന് എനിക്ക് വാക്ക് തരണമെന്ന് സിഷാൻ പുറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അക്കാര്യം ഞാൻ ഏറ്റുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് സുയാൻ സിംഗ് പോകുന്നത്. പക്ഷെ അവനോടും ഇപ്പോൾ സിഷാന് വിരോധമായിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവനം ഞാൻ എടുക്കുമെന്ന് അവൾ ഈ സമയത്ത് മനസ്സിൽ പറയുന്നുണ്ട്.